ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വിഡ്ഢിത്തരങ്ങൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഫോണിൽ നമ്മളറിയാതെ നമ്മൾ ചെയ്തു പോരുന്ന ചില വിഡ്ഢിത്തരങ്ങളെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. മേലിൽ അത്തരം അബദ്ധങ്ങളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ഫോൺ ഉപയോഗിക്കുക, സേഫ് ആയിട്ടും സെക്യൂർഡ് ആയിട്ടും ഫോൺ ഉപയോഗിക്കുക. സോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്ന ആ അശ്രദ്ധ കൊണ്ട് പറ്റുന്ന ചില അബദ്ധങ്ങൾ, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒട്ടും സമയം കളയണ്ട, നേരെ വിഷയത്തിലേക്ക് വരാം. ആദ്യത്തെ അബദ്ധം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പല ഫോണുകളും അപ്ഡേറ്റ് വന്നതിന് ശേഷം മോശം പെർഫോമൻസ്, പല മേഖലകളിൽ മോശം പെർഫോമൻസുകൾ തരുന്ന സാഹചര്യം നമ്മൾ കണ്ടുവന്നു. കൂടുതലായിട്ടും അത് ഷവമി ഫോണുകളിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യുന്ന ചാനലിൽ നിങ്ങൾക്കും അറിയാം, നിങ്ങൾ കാണുന്നുണ്ടാവുക കമൻറ്റൊക്കെ. പക്ഷേ ഇത് ചെയ്യാതിരിക്കരുത്, ഈ അപ്ഡേറ്റ് ചെയ്യാതിരിക്കരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ സിസ്റ്റത്തിനും എന്തെങ്കിലുമൊക്കെ ചില പോരായ്മകൾ എല്ലായിടത്തും ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ കണ്ടുപിടിച്ച് ഹാക്കേഴ്സ് നമ്മുടെ ഫോണിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ വൈറസുകൾ നമ്മുടെ ഫോണിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഈ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാനും പുതിയ സെക്യൂരിറ്റി അപ്ഡേറ്റിലൂടെ പുതിയ സോഫ്റ്റ്വെയർ തലങ്ങൾ, സോഫ്റ്റ്വെയറിലെ സെക്യൂരിറ്റി തലങ്ങൾ കൂട്ടിത്തരാൻ വേണ്ടിയിട്ടുമാണ് ഈ അപ്ഡേറ്റുകൾ മെയിനായിട്ടും വരുന്നത്. സോ നമ്മളത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സൈബർ അറ്റാക്കുകൾക്ക് നമ്മുടെ ഫോണിനെ നമ്മൾ എക്സ്പോസ് ചെയ്ത് കൊടുക്കുന്ന പോലത്തെ അവസ്ഥയായിരിക്കും സംഭവിക്കുക. സോ ഈ അപ്ഡേറ്റുകൾ എന്ത് തന്നെയായാലും ചെയ്തിരിക്കുക, അതാണ് ഫോണിൻ്റെ സേഫ്റ്റിക്ക് നല്ലത്. ഇനി രണ്ടാമത്തെ കാര്യം, ഫൈൻഡ് മൈ ഡിവൈസ്. ഇങ്ങനൊരു സംഗതി ഉള്ളത് തന്നെ നമ്മളിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതുകൊണ്ട് അതിൻ്റെ യൂസ്, നമ്മുടെ ഫോൺ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് കണ്ടെത്താൻ, അത് ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ചധികം സൗകര്യപ്രദമായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇതിന് രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും, അത് തിരിച്ച് കിട്ടില്ല എന്നൊരവസ്ഥ വന്നാൽ തന്നെയും അതിലെ വൈപ്പ് ഡാറ്റ എന്നുള്ള സംഗതി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ തിരിച്ചു കിട്ടില്ല എന്ന് കണ്ടാലും നമ്മുടെ ഡാറ്റാസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അത് മറ്റുള്ളവരുടെ കയ്യിൽ എത്താതെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ, വൈപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം, പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യാം. വേറെ തേർഡ് പാർട്ടി സൈറ്റുകളിൽ നിന്ന് പോയി ഡൗൺലോഡ് ചെയ്താൽ അതിൽ പലതരത്തിലുള്ള വൈറസ് സംവിധാനങ്ങളോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഭാവിയിൽ നമുക്ക് വന്നേക്കാം. അതുകൊണ്ട് എപ്പോഴും സേഫായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. അവിടുത്തെ കാര്യങ്ങളെല്ലാം പ്ലേ പ്രൊട്ടക്റ്റ് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെക്യൂരിറ്റി സംവിധാനങ്ങൾക്കകത്താണ് നിൽക്കുന്നത്. സോ സേഫായിട്ട് നമുക്ക് ആ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക, തേർഡ് പാർട്ടി സൈറ്റുകളിലേക്ക് പോവാതിരിക്കുക. ഇനി നാലാമത്തെ കാര്യം, ക്രാക്ക്ഡ് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നതിലേക്ക് ഏറ്റവും നല്ല വിഡ്ഢിത്തരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. യൂട്യൂബിൽ നിന്ന് പരസ്യം വരുന്നു, അതുകൊണ്ട് യൂട്യൂബിൻ്റെ ഏതെങ്കിലും ഒരു ക്രാക്ക് ആപ്ലിക്കേഷൻ അങ്ങ് ഇടും, പരസ്യം പോയി, അപ്പോൾ സേഫ് ആയില്ലേ? നമുക്ക് പരസ്യം കാണണ്ടല്ലോ. പരസ്യം വന്നാൽ ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് 10 സെക്കൻഡ് അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് പോകുള്ളൂ, സമയം മാത്രമേ പോവുള്ളൂ. ബട്ട് ഈ ക്രാക്ക് ആപ്ലിക്കേഷൻ എന്താണ് കൊണ്ടുവരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ലാഭമില്ലാതെ ഒരാൾ ചുമ്മാ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി നിങ്ങൾക്ക് തരുമോ? എന്തോരം കഷ്ടപ്പാടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, അപ്ഡേറ്റുകൾ തന്നു കൊണ്ടുപോകാൻ, അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത് ഫ്രീ ആയിട്ട് ഒരു കാരണവശാലും ഒരാളും തരില്ല. ഇപ്പം ചിലർ വരും, നമ്മുടെ ഫോണിൽ പോകാനൊന്നും ഇല്ലല്ലോ ചേട്ടാ, പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കണേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് എപ്പോഴും ആൾക്കാരൊന്നും കൊണ്ടുപോയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു തീവ്രവാദി ടീമാണെങ്കിൽ അവർ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് കോൾ ചെയ്ത് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കും. എന്തെങ്കിലും പിടിക്കപ്പെടുമ്പോൾ പോലീസ് അന്വേഷിച്ച് വരുന്ന ആ ഫോൺ നമ്പറും അത് യൂസ് ചെയ്ത ആളെയുമായിരിക്കും. സോ അവിടെ നമ്മളായിരിക്കും നിൽക്കുന്നുണ്ടാവുക, പെട്ടുപോകും, ഒരു രക്ഷയുണ്ടാവില്ല, ഒന്നും പറയാൻ പറ്റില്ല. സോ ഹാക്കിംഗ് എപ്പോഴും നമ്മുടെ ഫോണിലത്തെ ഡാറ്റ അടിച്ചുകൊണ്ടുപോകാൻ മാത്രമുള്ളതല്ല, ചിലപ്പോഴൊക്കെ നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി കൂടിയായിരിക്കും. സോ അലേർട്ടായിരിക്കുക, ക്രാക്ക്ഡ് സംഭവങ്ങൾ നമുക്ക് വേണ്ട. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചെയ്യുന്ന വലിയൊരു അബദ്ധം, അൺനോൺ സോഴ്സുകൾ നമ്മൾ ഓഫ് ചെയ്യാൻ മറക്കും. അതായത് ഗൂഗിൾ ക്രോമിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗെയിം, തേർഡ് പാർട്ടി ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ ചിലപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ ഉണ്ടാവില്ല, നമ്മൾ വേറൊരു സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു, അതിന് പ്രശ്നവും ഉണ്ടാവില്ല. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അൺനോൺ സോഴ്സ് ഓഫ് ചെയ്യാൻ മറക്കും. അത് മറക്കരുത്. കാരണം ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഗൂഗിൾ ക്രോമിൽ നിന്ന് അൺനോൺ സോഴ്സിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊരു പെർമിഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് പോകും. വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു ഹാക്കിംഗ് ടീം അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ പെർമിഷൻ കൊടുത്തു വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അത് ചെയ്യരുത്, അത് വലിയൊരു അബദ്ധമാണ്. ഉടനെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നാൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ക്രോമിൻ്റെ ഈ പെർമിഷൻ സെറ്റിംഗ്സിൽ ചെന്നിട്ട് അൺനോൺ സോഴ്സ് ഓഫ് ചെയ്ത് വെക്കുക. അത് മസ്റ്റായിട്ടും ചെയ്ത് വെക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഡ്ഢിത്തരം നമ്മളെല്ലാവരും ചെയ്യുന്നത്, ഒസിക്ക് വൈഫൈ കിട്ടിയാൽ ഈസി ആയിട്ട് കയറി അങ്ങ് ഡൗൺലോഡ് ചെയ്യും. ഞാനും ഒസിക്ക് കിട്ടുന്ന വൈഫൈ പണ്ടൊക്കെ കണക്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അപകടം എന്താണെന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക, അങ്ങനെ ഒരു അബദ്ധം ചെയ്യാതിരിക്കുക. കാരണം വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ അതിലൂടെ പലതരത്തിലുള്ള വൈറസുകൾ വരാനും അപ്പുറത്തിരിക്കുന്ന ആർക്ക് വേണമെങ്കിൽ നമ്മളെ ഹാക്ക് ചെയ്യാനോ ഒക്കെ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി നിങ്ങൾക്കൊരു അത്യാവശ്യ ഘട്ടം ഉപയോഗിച്ചേ പറ്റുമെങ്കിൽ ഒരു VPN കൂടി ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് നേരം കണക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യം നടത്തുക. VPN മസ്റ്റായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക, അതാണ് സേഫ്. കഴിവതും പബ്ലിക് വൈഫൈകൾ ഒഴിവാക്കുന്നതായിരിക്കും സേഫ്റ്റിക്ക് നല്ലത്. ഉപയോഗിക്കുന്നെങ്കിൽ VPN മസ്റ്റ്. ഇനി അടുത്തൊരു അബദ്ധം അല്ലെങ്കിൽ മണ്ടത്തരം നമ്മൾ ചെയ്യുന്നത്, എപ്പോഴും ഒരു ഗൂഗിളിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അക്കൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്തു, നമ്മുടെ കാര്യം കഴിഞ്ഞു. പിന്നെ ആ പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുന്നു, നോർമലായിട്ട് അങ്ങനെ പോകും. ബട്ട് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ മസ്റ്റ് ആണ്. പാസ്വേഡ് നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോയാലും ആരെങ്കിലും നമ്മുടെ പാസ്വേഡിനെ ഹാക്ക് ചെയ്തെടുത്താൽ തന്നെയും അവർ ആ പാസ്വേഡ് അടിക്കുന്ന നേരത്ത്
2-factor authentication ഉള്ള ഫോണാണെങ്കിൽ അവർ പാസ്വേഡ് അടിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോഡ് കൂടി വേണ്ടി വരും, OTP അതുകൂടി വേണ്ടി വരും. സോ 2-factor authentication മസ്റ്റ് ആയിട്ട് എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാ അക്കൗണ്ടുകളിലും എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഇച്ചിരി അനോയിങ് ആയിരിക്കും, ബട്ട് അത് സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം പെർമിഷനുകൾ ആവശ്യമില്ലാതെ കൊടുത്തിടുന്നതാണ്. ഇതെല്ലാവർക്കും ഞാൻ പലവട്ടം പറഞ്ഞതെന്നുള്ളതാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാൽക്കുലേറ്റർ പോലെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ പെർമിഷൻ ചോദിക്കുന്നത് ഫോൺ കോൾ, മൈക്ക്, അതേപോലെ തന്നെ എന്താണ് ഗാലറി, അങ്ങനെ ഒട്ടനവധി പെർമിഷനുകൾ ചോദിക്കുന്നുണ്ടാവും. നമ്മൾ കാൽക്കുലേറ്റർ കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാ പെർമിഷനും കൊടുത്ത് ഇൻസ്റ്റാളും ചെയ്യരുത്. കാരണം അത് മാലീഷ്യസ് ആയ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അതായത് അവർക്ക് അതിൻ്റെ ഒന്നും പെർമിഷൻ ആവശ്യമില്ല, കാൽക്കുലേറ്ററിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഗാലറി ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന് കോൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ അവിടെ കോളിൻ്റെ പെർമിഷൻ കൊടുക്കരുത്. നിങ്ങളുടെ ഓരോ ഫോണും പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്തതാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നിങ്ങൾ കയറി ഒന്ന് പരിശോധിക്കുക എന്തൊക്കെ പെർമിഷനാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക, ആവശ്യമില്ലാത്തതൊക്കെ ഓഫ് ചെയ്തിടുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നിങ്ങളുടെ ഫോണിൽ സംശയം തോന്നിയാൽ ഫോൺ ഫുള്ളായിട്ട് വൈപ്പ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക, ഫോണിനെ പുതിയതായിട്ട് ഉപയോഗിച്ച് തുടങ്ങുക, അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുക. സംശയം തോന്നിയാൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രാക്കിങ്ങോ ഒക്കെ നടന്നു നിങ്ങൾക്കൊരു സംശയം തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് സംശയം തോന്നിയാൽ ഉടനെ പരിശോധിക്കുക. ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്തോ വൈപ്പ് ചെയ്തോ ക്ലീൻ ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കുക. പിന്നെ ഇത്രയൊക്കെ ചെയ്താലും സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരു ഡൗട്ടുമില്ല. 100% നമ്മൾ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്റർനെറ്റിൻ്റെയും ഈ കണക്ടിവിറ്റിയുടെയും ഒക്കെ ഇടയിൽ നമുക്ക് ഒരിക്കലും 100% സേഫ് ആവാൻ പറ്റില്ല എന്നുള്ളതിൽ ഒരു ഡൗട്ടുമില്ല. അപ്പോൾ പിന്നെന്താണ്, പിന്നെ ഈ ഹീറോകളൊക്കെ വലിയ വലിയ സിറ്റുവേഷനിൽ പെടുമ്പോൾ അവർ പറയുന്ന ആ സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ, ഏത് പാത്തുകളാം.